നമ്മൾ ടെൻസ് എല്ലാം പറഞ്ഞില്ലേ, ഒന്നുകൂടെ പറയട്ടെ. പ്രസൻറ്റ് ടെൻസ് മാത്രം പറയാം ആദ്യമേ. പ്രസൻറ്റ് സിമ്പിൾ എങ്ങനെ എഴുതേണ്ടതെന്ന് ഒന്നുകൂടെ നോക്കിക്കേ. ആദ്യം ഫസ്റ്റ് വെർബ് എല്ലാം നോക്കിക്കേ. അതിലെ ആ ഫസ്റ്റ് വെർബുകളെല്ലാം പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ യെസ് അല്ലെങ്കിൽ ഇയസ് കൂടെ ചേർക്കണം. അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് ആ ഫസ്റ്റ് വെർബ് V1 ആണ്. അതിൽ SH ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ഓയിലാണ്. SH ഓയിൽ, CH എൻഡ് ചെയ്യുമ്പോൾ ES ചേർക്കണം. പണിഷാണ് പണിഷസ്, ഗോയാണ് GOES ആണ്. ക്യാറ്റ് CAT ആയതുകൊണ്ട് ES. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം, പ്രസൻറ്റ് ടെൻസ് പഠിക്കുമ്പോൾ അതിൽ ഓക്സിലറി വെർബ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോൾ വേണ്ട കാര്യമാണ്. റീഡ്, സെൻഡ്, സ്പീക്ക്, സിങ്, സ്പെൻഡ് അല്ലേ, ടേക്ക്, ത്രോ, ടെൽ, റൈറ്റ്. അതിലെല്ലാം ഓക്സിലറി വെർബ് ഡു ആണ്. ഏതാണ്? ഡു. ഡു റീഡാണ് റീഡ്, ഡു സെൻഡ് സെൻഡ്. എൻ്റെ കൂടെ പറയാമെങ്കിൽ അത്രയും മനസ്സിലാവും. ഡു സ്പീക്ക് സ്പീക്ക്, ഡു സിങ് സിങ്, ഡു സ്പെൻഡ് സ്പെൻഡ്, ഡു ടേക്ക് ടേക്ക്, ഡു ത്രോ ത്രോ, ഡു ടെൽ ടെൽ, ഡു റൈറ്റ് റൈറ്റ്. ഇനിയും ഡസ് ചേർക്കുകയാണെങ്കിൽ എസ് കൂടെ ചേർക്കണം. ഡസ് റീഡ് റീഡ്സ്, ഡസ് സെൻഡ് സെൻസ്, ഡസ് സ്പീക്ക് സ്പീക്സ്, ഡസ് സിങ് സിങ്സ്, ഡസ് സ്പെൻഡ് സ്പെൻഡ്സ്, ഡസ് ടേക്ക് ടേക്സ്, ഡസ് ത്രോ ത്രോസ്, ഡസ് ടെൽ ടെൽസ്, ഡസ് റൈറ്റ് റൈറ്റ്സ്. അപ്പോൾ എസ് ഉണ്ടെങ്കിൽ ഡസ് ആയിരിക്കും ഓക്സിലറി വെർബ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഓർക്കണ്ടേ. പ്രസൻറ്റ് സിമ്പിൾ പറഞ്ഞു. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇതിൻ്റെ എല്ലാം ING എടുക്കണം. റീഡിങ്, സെൻഡിങ്, സ്പീക്കിംഗ്, സിംഗിങ്, സ്പെൻഡിങ്, ടേക്കിംഗ്, ത്രോയിങ്, ടെല്ലിങ്, റൈറ്റിംഗ്. അതിന് മുമ്പ് ഈസ്, ആം, ആർ ചേർക്കണം. സിംഗുലറായ ഷീയും ഹീയും ആണ് ലീസ്. ഷീ ഈസ് റീഡിങ്, ഹീ ഈസ് റീഡിങ്. ഷീ ഈസ് സെൻഡിങ്, ഹീ ഈസ് സെൻഡിങ്. ഷീ ഈസ് സ്പീക്കിംഗ്, ഹീ ഈസ് സ്പീക്കിംഗ്. ഷീ ഈസ് സിംഗിങ്, ഹീ ഈസ് സിംഗിങ്. ഷീ ഈസ് സ്പെൻഡിങ്, ഹീ ഈസ് സ്പെൻഡിങ്. അങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസ്. പിന്നെ ഐ ആവുമ്പോൾ ആം ചേർക്കണം. ഐ ആം റീഡിങ്, ഐ ആം സെൻഡിങ്, ഐ ആം സ്പീക്കിംഗ്, ഐ ആം സിംഗിങ്, ഐ ആം സ്പെൻഡിങ്, ഐ ആം ടേക്കിംഗ്, ഐ ആം ത്രോയിങ്, ഐ ആം ടെല്ലിങ്, ഐ ആം റൈറ്റിംഗ്. വി ആണെങ്കിൽ, യു ആണെങ്കിൽ, ദേ ആണെങ്കിൽ, വി യു ദേ. ആർ റീഡിങ്, ആർ സെൻഡിങ്. അങ്ങനെ ആർ ചേർക്കണം. മനസ്സിലായില്ല? ഐ ആം റീഡിങ്, ഷീ ഈസ് റീഡിങ്, ഹീ ഈസ് റീഡിങ്, ദേ ആർ റീഡിങ്, വി ആർ റീഡിങ്, യു ആർ റീഡിങ്. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ മൂന്നാമത്തെ വെർബിലോട്ട് പോയേ. PPV കണ്ടോ? V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. ഓരോ വെർബിൻ്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ചേർക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ. പ്രസൻറ്റ് പെർഫെക്റ്റിൽ റീഡിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാസ് റെഡ്, ഹാവ് റെഡ്. സെൻഡിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാസ് സെൻഡ്, ഹാവ് സെൻഡ്. സ്പീക്കിൻ്റെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാസ് സ്പോക്കൺ, ഹാവ് സ്പോക്കൺ. സിങ് ഹാസ് സങ്, ഹാവ് സങ്. സ്പെൻഡ് ഹാസ് സ്പെൻഡ്, ഹാവ് സ്പെൻഡ്. ടേക്ക് ഹാസ് ടേക്കൺ, ഹാവ് ടേക്കൺ. ത്രോ ഹാസ് ത്രോൺ, ഹാവ് ത്രോൺ. ടെൽ ഹാസ് ടോൾഡ്, ഹാവ് ടോൾഡ്. റൈറ്റ് ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഓഫ് ഫോർത്ത് വൺ. അത് ഈ ഫസ്റ്റ് വെർബിൻ്റെ ING ഫോം എടുത്തിട്ട് ഹാസ് ബീനോ ഹാവ് ബീനോ ചേർക്കണം. ഫസ്റ്റ് വെർബിൻ്റെ ING ഫോം എടുത്തിട്ട് ഹാസ് ബീനോ ഹാവ് ബീനോ ചേർത്താൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹാസ് ബീൻ റീഡിങ്, ഹാവ് ബീൻ റീഡിങ്. ഹാസ് ബീൻ സെൻഡിങ്, ഹാവ് ബീൻ സെൻഡിങ്. ഹാസ് ബീൻ സ്പീക്കിംഗ്, ഹാവ് ബീൻ സ്പീക്കിംഗ്. ഹാസ് ബീൻ സിംഗിങ്, ഹാവ് ബീൻ സിംഗിങ്. ഹാസ് ബീൻ സ്പെൻഡിങ്, ഹാവ് ബീൻ സ്പെൻഡിങ്. ഹാസ് ബീൻ ടേക്കിംഗ്, ഹാവ് ബീൻ ടേക്കിംഗ്. ഹാസ് ബീൻ ത്രോയിങ്, ഹാവ് ബീൻ ത്രോയിങ്. ഹാസ് ബീൻ ടെല്ലിങ്, ഹാവ് ബീൻ ടെല്ലിങ്. ഹാസ് ബീൻ റൈറ്റിംഗ്, ഹാവ് ബീൻ റൈറ്റിംഗ്. ഷീയും ഹീയും ആണെങ്കിൽ ഹാസ്. സിംഗുലർ നൗൺ ആണെങ്കിലും ഹാസ്. ബാക്കിയെല്ലാം ഹാവ്. ഐ ഹാവ്, ദേ ഹാവ്, വി ഹാവ്, യു ഹാവ്. സീത ആൻഡ് രാമ ഹാവ്. റെഡ് അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ, അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണ്ടേ മൂന്നാമത്തെ വെർബ്. ഇനി ING അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാസ് ബീൻ റീഡിങ്, ഹാവ് ബീൻ റീഡിങ്. ഹാസ് ബീൻ സെൻഡിങ്, ഹാവ് ബീൻ സെൻഡിങ്. ഐ ആണെങ്കിൽ ഐ ഹാവ് ബീൻ റീഡിങ്, ഷീ ഹാസ് ബീൻ റീഡിങ്, ഹി ഹാസ് ബീൻ റീഡിങ്, ദേ ഹാവ് ബീൻ റീഡിങ്, യു ഹാവ് ബീൻ റീഡിങ്, വി ഹാവ് ബീൻ റീഡിങ്. അങ്ങനെ പ്രസൻറ്റ് കഴിഞ്ഞു. ഇനി പാസ്റ്റ് ആകുമ്പോൾ ആ സെക്കൻഡ് വെർബ് എഴുതണ്ടേ. റീഡിൻ്റെ എല്ലാം സെക്കൻഡ് വെർബാണ്. ഡിഡ് ചേർക്കുമ്പോഴാണ് പാസ്റ്റ് ടെൻസ് കിട്ടുന്നത്. ഡിഡ് റീഡ് റെഡ്. രണ്ടാമത്തെ ഡിഡ് കഴിഞ്ഞ് ഫസ്റ്റ് വെർബ് നോക്കിയിട്ട് സെക്കൻഡ് വെർബിലോട്ട് നോക്കിക്കണം. ഡിഡ് സെൻഡ് സെൻഡ്, ഡിഡ് സ്പീക്ക് സ്പോക്ക്, ഡിഡ് സിങ് സാങ്, ഡിഡ് സ്പെൻഡ് സ്പെൻഡ്, ഡിഡ് ടേക്ക് ടുക്ക്, ഡിഡ് ത്രോ ത്രൂ, ഡിഡ് ടെൽ ടോൾഡ്, ഡിഡ് റൈറ്റ് റോട്ട്. അതായത് പാസ്റ്റ് ടെൻസ് എവിടെയെങ്കിലും കണ്ടാൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് ക്വസ്റ്റ്യൻ ടാഗ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുന്നത്. എന്നിട്ട് ഡിഡ് ചേർത്തോളും.
റീഡിൻ്റെ ഓക്സിലറി വെർബ് ഏതാ? ഡിഡ്. സെൻഡ് ഡിഡ്, സ്പോക്ക് ഡിഡ്, സാങ് ഡിഡ്. ഓർത്തോണേ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെർബിൻ്റെ ING എടുത്തിട്ട് വാസോ വേറോ ചേർക്കണം. വാസ് റീഡിങ്, വെയർ റീഡിങ്. വാസ് സെൻഡിങ്, വെയർ സെൻഡിങ്. വാസ് സ്പീക്കിംഗ്, വെയർ സ്പീക്കിംഗ്. വാസ് സിംഗിങ്, വെയർ സിംഗിങ്. അതുപോലെ വാസ് എവിടെ ചേർക്കുന്നത്? ഐയുടെയും ഹീയുടെയും ഷീയുടെയും കൂടെ. ഐ വാസ്, ഷീ വാസ്, ഹി വാസ് റീഡിങ്. മനസ്സിലായോ? ബാക്കിയെല്ലാം വെയർ. വി വെയർ റീഡിങ്, വി വെയർ റീഡിങ്, ദേ വെയർ റീഡിങ്, യു വെയർ റീഡിങ്, സീത ആൻഡ് രാമ വെയർ റീഡിങ്. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തേർഡ് വെർബിൽ പോകണം, PPV പോകണം. റീഡാണെങ്കിൽ അതുപോലെ ഹാസിൻ്റെ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് എഴുതിക്കണം നിങ്ങൾ. ഹാർഡ് റെഡ്, ഹാർഡ് സെൻഡ്, ഹാർഡ് സ്പോക്കൺ, ഹാർഡ് സങ്, ഹാർഡ് സ്പെൻഡ്, ഹാർഡ് ടേക്കൺ, ഹാർഡ് ത്രോൺ, ഹാർഡ് ടോൾഡ്, ഹാർഡ് റിട്ടൺ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫസ്റ്റ് വെർബിൽ പോയിട്ട് ING എടുക്കണം. ING എടുത്തിട്ട് ഹാഡ് ബീൻ ചേർക്കണം. ഹാവ് ബീനും ഹാസ് ബീനും വരെ എന്ത് ചേർക്കണം? ഹാഡ് ബീൻ റീഡിങ്, ഹാഡ് ബീൻ സെൻഡിങ്, ഹാഡ് ബീൻ സ്പീക്കിംഗ്, ഹാഡ് ബീൻ സിംഗിങ്, ഹാഡ് ബീൻ സ്പെൻഡിങ്, ഹാഡ് ബീൻ ടേക്കിംഗ്, ഹാഡ് ബീൻ ത്രോയിങ്, ഹാഡ് ബീൻ ടെല്ലിങ്, ഹാഡ് ബീൻ റൈറ്റിംഗ്. ഇനി ഫ്യൂച്ചർ വില്ലും ഷാളും ചേർക്കണം ഫസ്റ്റ് വെർബിനോട്. ഫ്യൂച്ചർ സിമ്പിൾ എന്ന് പറയുമ്പോൾ ഐയുടെയും വിയുടെയും കൂടെ ഷാൾ. ഐ ഷാൾ റീഡ്, വി ഷാൾ റീഡ്, യു വിൽ റീഡ്, ഹി വിൽ റീഡ്, ദേ വിൽ റീഡ്, രാമ വിൽ റീഡ്. സെൻഡ് ആണേലോ ഐ ഷാൾ സെൻഡ്, വി ഷാൾ സെൻഡ്. ബാക്കിയെല്ലാം വിൽ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ING ഫോം എടുക്കണം ഫസ്റ്റ് വെർബിൻ്റെ. എന്നിട്ട് വിൽ ബി ഷാൾ ബി ചേർക്കണം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വിൽ ബി റീഡിങ്, ഷാൾ ബി റീഡിങ്, വിൽ ബി സെൻഡിങ്, ഷാൾ ബി സെൻഡിങ്, വിൽ ബി സ്പീക്കിംഗ്, ഷാൾ ബി സ്പീക്കിംഗ്, വിൽ ബി സിംഗിങ്, ഷാൾ ബി സിംഗിങ്, വിൽ ബി സ്പെൻഡിങ്, ഷാൾ ബി സ്പെൻഡിങ്. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് തേർഡ് വെർബിൽ പോകണം. റീഡാണ് റെഡ്. എന്നിട്ട് വിൽ ഹാവ് ഷാൾ ഹാവ് ചേർക്കണം. വിൽ ഹാവ് റെഡ്, ഷാൾ ഹാവ് റെഡ്. സെൻഡ് ആണെങ്കിലും തേർഡ് വെർബിൽ പോയി വിൽ ഹാവ് സെൻഡ്, ഷാൾ ഹാവ് സെൻഡ്. സ്പീക്ക് ആണെങ്കിൽ വിൽ ഹാവ് സ്പോക്കൺ, ഷാൾ ഹാവ് സ്പോക്കൺ. സിംഗ് വിൽ ഹാവ് സങ്, ഷാൾ ഹാവ് സെങ്. സ്പെൻഡ് വിൽ ഹാവ് സ്പെൻഡ്, ഷാൾ ഹാവ് സ്പെൻഡ്. ടേക്ക് വിൽ ഹാവ് ടേക്കൺ, ഷാൾ ഹാവ് ടേക്കൺ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫസ്റ്റ് വെർബ് നോക്കി ING ഫോം എടുത്തിട്ട് വിൽ ഹാവും ഷാൾ ഹാവും ചേർക്കണം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വിൽ ഹാവ് ബീൻ, ഷാൾ ഹാവ് ബീൻ. വിൽ ഹാവ് ബീൻ റീഡിങ്, ഷാൾ ഹാവ് ബീൻ റീഡിങ്. വിൽ ഹാവ് ബീൻ സെൻഡിങ്, ഷാൾ ഹാവ് ബീൻ സെൻഡിങ്. വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ്, ഷാൾ ഹാവ് ബീൻ സ്പീക്കിംഗ്. മനസ്സിലായോ? ഇനി ഒരു സബ്ജക്റ്റും ഒരു വെർബും എടുത്തിട്ട് എല്ലാ ടെൻസും പറഞ്ഞു നോക്കാം. പ്രസൻറ്റ് ടെൻസ് ഐ ആണെങ്കിൽ ഐ റീഡ്, ഐ ആം റീഡിങ്, ഐ ഹാവ് റെഡ്, ഐ ഹാവ് ബീൻ റീഡിങ്. പാസ്റ്റ് ആണെങ്കിൽ ഐ റെഡ്, ഐ വാസ് റീഡിങ്, ഐ ഹാഡ് റെഡ്, ഐ ഹാഡ് ബീൻ റീഡിങ്. ഫ്യൂച്ചർ ആണെങ്കിൽ ഐ ഷാൾ റീഡ്, ഐ ഷാൾ ബി റീഡിങ്, ഐ ഷാൾ ഹാവ് റെഡ്, ഐ ഷാൾ ഹാവ് ബീൻ റീഡിങ്. നിങ്ങൾ ഞാൻ പറഞ്ഞ അതുപോലെ ഓരോന്നും ഓർഡറിൽ പഠിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ പറയാൻ പറ്റുമായിരുന്നു. ഇനി സെൻഡ് നോക്കിക്കേ. ഷീ വെച്ച് നോക്കാം നമുക്ക്. ഷീ സെൻസ്, ഷീ ഈസ് സെൻഡിങ്, ഷീ ഹാസ് സെൻഡ്, ഷീ ഹാസ് ബീൻ സെൻഡിങ്. ഷീ സെൻഡ് സെക്കൻഡ് വെർബാണെന്ന് ഓർത്തോളാം, പാസ്റ്റ് ആണ്. പാസ്റ്റ് ഷീ സെൻഡ്, ഷീ വാസ് സെൻഡിങ്, ഷീ ഹാഡ് സെൻഡ്, ഷീ ഹാഡ് ബീൻ സെൻഡിങ്. ഫ്യൂച്ചറോ ഷീ വിൽ സെൻഡ്, ഷീ വിൽ ബി സെൻഡിങ്, ഷീ വിൽ ഹാവ് സെൻഡ്, ഷീ വിൽ ഹാവ് ബീൻ സെൻഡിങ്. യു വെച്ച് സ്പീക്ക് നോക്കിക്കേ. യു സ്പീക്ക്, യു ആർ സ്പീക്കിംഗ്, യു ഹാവ് സ്പോക്കൺ, യു ഹാവ് ബീൻ സ്പീക്കിംഗ്. യു സ്പോക്ക്, യു വെയർ സ്പീക്കിംഗ്, യു വെയർ സ്പീക്കിംഗ് എന്നേ പറയാവുള്ളൂ. യു വെയർ സ്പീക്കിംഗ്, യു ഹാഡ് സ്പോക്കൺ, യു ഹാഡ് ബീൻ സ്പീക്കിംഗ്. യു വിൽ സ്പീക്ക്, യു വിൽ ബി സ്പീക്കിംഗ്, യു വിൽ ഹാവ് സ്പോക്കൺ, യു വിൽ ഹാവ് ബീൻ സ്പീക്കിംഗ്. ഇനി രാമ സിംഗ്, രാമ സിംഗ്സ്, രാമ ഈസ് സിംഗിങ്, രാമ ഹാസ് സങ്, രാമ ഹാസ് ബീൻ സിംഗിങ്. രാമ സാങ്, രാമ വാസ് സിംഗിങ്, രാമ ഹാഡ് സങ്, രാമ ഹാഡ് ബീൻ സിംഗിങ്. രാമ വിൽ സിംഗ്, രാമ വിൽ ബി സിംഗിങ്, രാമ വിൽ ഹാവ് സങ്, രാമ വിൽ ഹാവ് ബീൻ സിംഗിങ്. ഇനി ദേ സ്പെൻഡ്, സ്പെൻഡ്. ദേ സ്പെൻഡ്, ദേ ആർ സ്പെൻഡിങ്, ദേ ഹാവ് സ്പെൻഡ്, ദേ ഹാവ് ബീൻ സ്പെൻഡിങ്. ദേ സ്പെൻഡ്, ദേ വെയർ സ്പെൻഡിങ്, ദേ ഹാഡ് സ്പെൻഡ്, ദേ ഹാഡ് ബീൻ സ്പെൻഡിങ്. ദേ വിൽ സ്പെൻഡ്, ദേ വിൽ ബി സ്പെൻഡിങ്, ദേ വിൽ ഹാവ് സ്പെൻഡ്, ദേ വിൽ ഹാവ് ബീൻ സ്പെൻഡിങ്. അണ്ടർസ്റ്റാൻഡ്? എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണേ.